ഇമ്പാക്ട് ഓഫ് ഹൈ NPA. NPA കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം? നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സിറ്റുവേഷൻ തന്നെ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ് കേട്ടോ. ബാങ്കിന്റെ അക്കൗണ്ടിങ് ബുക്ക് ഞാൻ എടുക്കുകയാണ്. അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്. അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്. അസറ്റ് L1, L2, L3, L4. ലയബിലിറ്റി D1, D2, D3, D4. ഇനി നിങ്ങൾ പറയും ഈ L3യും L4ഉം NPA എന്ന് വിചാരിക്കുക. എന്താണ് ആ ബാങ്കിന് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ L3യും L4ഉം കൊടുത്തതിന് തിരിച്ചു കിട്ടില്ല. ബാങ്കിന്റെ ടോട്ടൽ അസറ്റ് കൂടാണോ ചെയ്തത്, കുറയാണോ ചെയ്തത്? അസറ്റ് കുറഞ്ഞു അല്ലെ. അസറ്റ് കുറയാന്ന് പറഞ്ഞ അതിനർത്ഥം എന്താ? ഈ L1ഉം L2ഉം കൊടുത്ത ലോണ് തിരിച്ചു വന്നാലല്ലേ വേറൊരാൾക്ക് അവർക്ക് ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൊടുത്ത ലോണിന്റെ ഇൻട്രസ്റ്റ് വന്നാലല്ലേ ആ പൈസ വെച്ച് അടുത്ത ആൾക്ക് ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. ബാങ്കിന്റെ അസറ്റ് ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബാങ്കിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ലോൺ എമൗണ്ട് ഡിക്രീസ് ചെയ്യും. ലോൺ എമൗണ്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ അവർ ഒബ്വിയസ്ലി എന്തായിരിക്കും ചെയ്യുക? അവർക്ക് പ്രോഫിറ്റ് വേണമല്ലോ. ദേ വിൽ ഇൻക്രീസ് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെ. ഇൻട്രസ്റ്റ് റേറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വൽസ് ലോൺ എടുക്കുമ്പോൾ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് വരും, കോർപ്പറേറ്റ്സ് ലോൺ എടുക്കുമ്പോൾ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് വരും. ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് വന്നു കഴിഞ്ഞാൽ ലോൺ എടുക്കുന്നത് കൂടുമോ കുറയുമോ? കുറയും. ലോൺ എടുക്കുന്നത് കുറഞ്ഞ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കും, എംപ്ലോയ്മെന്റ് ക്രിയേഷന് ബാധിക്കും, ഗ്രോത്തിനെ എഫക്ട് ചെയ്യും. മൊത്തത്തിൽ കുറെ പ്രശ്നങ്ങൾ. ഓക്കെ അല്ലേ? ഇതാണ് ഞാനിവിടെ പല പല പോയിന്റ്സ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് വൺ, ലോവർ ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ബാങ്കിന്റെ കയ്യിലുള്ള പൈസയുടെ ക്വാണ്ടിറ്റി കുറയും, ബാങ്കിന്റെ പ്രോഫിറ്റബിലിറ്റി കുറയും. കറക്റ്റ് അല്ലേ? സെക്കൻഡ് വൺ, ലോവർ ക്വാണ്ടിറ്റി ഓഫ് ലോൺസ് ആർ ഓഫ്ലോഡഡ് ആൻഡ് അറ്റ് എ വെരി ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെ. വളരെ കുറച്ച് ലോണാണ് ഇനി ബാങ്കിന് കൊടുക്കാൻ പറ്റുള്ളൂ. കൊടുക്കുന്ന ലോൺ തന്നെ എങ്ങനെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും? ഹൈ ഇൻട്രസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. തേർഡ് വൺ, ഇറോഷൻ ഓഫ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ്. ഈ കാണുന്ന ആളല്ലേ ഇൻവെസ്റ്റർ? നിങ്ങളല്ലേ ബാങ്കിൽ കൊണ്ട് ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആള്. ഒരു ബാങ്കിന് കൺസിസ്റ്റന്റ് ആയിട്ട് ലോൺ തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യോ? ഒബ്വിയസ്ലി ഇല്ല. ദാറ്റ് ഈസ് ഇറോഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ്. ഓക്കെ ആണോ? ഫോർത്ത് വൺ, ഹയർ കോസ്റ്റ് ഓഫ് ക്രെഡിറ്റ് വിൽ ഇമ്പാക്ട് റീറ്റെയിൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ബോറോവർ. റീറ്റെയിൽ നിങ്ങള്, ഇൻഡസ്ട്രിയൽ ബോറോവേഴ്സ് കമ്പനികൾ അല്ലെ. ഹയർ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ ആരും എന്ത് പ്രിഫർ ചെയ്യില്ല? ഭാവിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ലോൺ എടുക്കാം, അല്ലാതെ ഇത്രയും ഹയർ ഇൻട്രസ്റ്റ് റേറ്റില് ലോൺ എടുക്കില്ല. എന്താ കാരണം? വൈ കമ്പനീസ് ആർ നോട്ട് ടേക്കിംഗ് ലോൺസ് അറ്റ് എ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്? It will cause സപ്ലൈ സൈഡ് ഇൻഫ്ലേഷൻ അല്ലെ. സപ്ലൈ സൈഡ് ഇൻഫ്ലേഷൻ. സപ്ലൈ സൈഡിലെ ക്യാപിറ്റൽ ഉണ്ട്, ക്യാപിറ്റലിന്റെ ഫാക്ടർ പേയ്മെന്റ് ആണ് ഇൻട്രസ്റ്റ്. ശരിയല്ലേ? ഹൈ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്തുണ്ടാവും? ഫാക്ടർ എക്സ്പെൻഡിച്ചർ കൂടും. എന്ന് വെച്ചാൽ ആ കൊമോഡിറ്റി അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ പൈസ കൂടും, ഇൻഫ്ലേഷൻ ഉണ്ടാവും. ഹയർ ഇൻഫ്ലേഷൻ ആണെങ്കിൽ ഇറ്റ് വുഡ് ബി അൺഅഫോർഡബിൾ ഫോർ യു, യു വോണ്ട് ബൈ ഇറ്റ്, ഡിമാൻഡ് വിൽ ഡിക്രീസ്. ഓക്കെ അല്ലേ? നമ്മുടെ സ്ഥിരം സപ്ലൈ ഡിമാൻഡ് കർവ്, വേറെ ഒന്നുമില്ല കേട്ടാ. ഓക്കെ. നെക്സ്റ്റ് വൺ, വേരിയസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഓഫ് ഇൻഡസ്ട്രി അഗെയിൻ എക്സ്റ്റൻഷൻ ഓഫ് പോയിന്റ്. ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ അവരെന്ത് പറയും? ഈ ഫൈനാൻഷ്യൽ ഇയറിൽ തൽക്കാലം നമുക്ക് ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യണ്ട, അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാണെങ്കിൽ ലെറ്റ്സ് ടേക്ക് ദി ലോൺ ആൻഡ് ഇൻവെസ്റ്റ്. ദേ വിൽ പുട്ട് ഓൺ ഹോൾഡ് ദെയർ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ആൻഡ് ദി ലാസ്റ്റ് വൺ വിൽ ബി ലിമിറ്റിംഗ് ദി ഗ്രോത്ത്. എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണെങ്കിൽ ലോൺ എടുക്കുന്നത് കുറയും, ലോൺ എടുക്കുന്നത് കുറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് കുറയും, ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞ ജോബ് ക്രിയേഷൻ കുറയും. തിരിച്ചു പറയുകയാണെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യും, അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യും. സോ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി അഫക്ട് ഗ്രോത്ത് ഇൻ ദി എക്കണോമി. വാട്ട് ഈസ് ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം? നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സെയിം കാര്യം കേട്ടോ. ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ബാങ്കിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്, അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്. ബാങ്കിന്റെ അസറ്റ് അല്ലെങ്കിൽ ലോൺ എന്ന് പറയുന്നത് ഏത് നേച്ചറാണ്? ലോങ് ടേം നേച്ചർ ആണ്. ശരിയല്ലേ? ബാങ്കിന്റെ ലയബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയാണ്? ഷോർട്ട് ടേം നേച്ചർ ആണ്. ശരിയാണോ? ഈ ലോങ് ടേമും ഷോർട്ട് ടേമും തമ്മിലുള്ള ഈ മിസ് മാച്ചിനെ വിളിക്കുന്ന പേരിനെയാണ് നമ്മൾ എന്ത്? അസറ്റ് ലയബിലിറ്റി മിസ് മാച്ച് അല്ലെങ്കിൽ ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം. റീസെന്റ് ഡേയ്സിൽ ട്രിപ്പിൾ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ക്വാഡ്രപ്പിൾ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് പല സിറ്റുവേഷൻസ് വരുന്നുണ്ട്. ഇപ്പൊ ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ജനറലി ബാങ്കിങ് സെക്ടറുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ അല്ലേ? ബാങ്കിങ് സെക്ടറിന്റെ പ്രശ്നത്തിനോടൊപ്പം
നമ്മൾ അടുത്ത അല്ലെങ്കിൽ ഭാവിയിൽ പഠിക്കും NBFC, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനി. ഈ അസറ്റ് ലയബിലിറ്റി മിസ്മാച്ച് ഈ NBFC കമ്പനികളിലും റീസെന്റ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ബാങ്കിന്റെയും NBFCയുടെയും ഈ അസറ്റ് ലയബിലിറ്റി മിസ്മാച്ചിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ട്രിപ്പിൾ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം. ജസ്റ്റ് ഈ പേരൊന്ന് അറിഞ്ഞിരിക്കാടാ. ട്രിപ്പിൾ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം. ബാങ്കിന് മാത്രമാണെങ്കിൽ ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം എന്ന് പറയും. ബാങ്കിന്റെയും NBFCയുടെയും അസറ്റ് ലയബിലിറ്റി മിസ്മാച്ചിന് ട്രിപ്പിൾ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അതിൻ്റെ ഒന്ന് വായിക്കാം. അതിൽ 1-2 ടേമുകളുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. എ ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അസറ്റ് ലയബിലിറ്റീസ്. ദിസ് അപ്ലൈസ് ടു ബോത്ത് കമ്പനീസ് ആസ് വെൽ ആസ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത്തരത്തിലൊരു അസറ്റ് ലയബിലിറ്റിയെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ മുന്നൊരു സെഷനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കോർപ്പറേറ്റ് ടാക്സിന്റെ ഭാഗത്ത് അല്ലെ, ഒരു ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അവരുടെ ഇൻകം സൈഡും എക്സ്പെൻഡിച്ചർ സൈഡും എടുക്കും. രണ്ടിന്റെ ഡിഫറൻസിനെയാണ് പ്രോഫിറ്റ് എന്ന് പറയാ, അല്ലെങ്കിൽ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയാ. ആ ബുക്ക് പ്രോഫിറ്റിൽ അവർ ഡിഡക്ഷൻസ് ഒക്കെ കാണിച്ച് ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുന്ന കണ്ടു അല്ലെ. അതേ പരിപാടി തന്നെയാണ് അസറ്റും ലയബിലിറ്റിയും നമ്മൾ ഇവിടെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അസറ്റ് ലയബിലിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു അക്കൗണ്ടിങ് ടൂള് മാത്രമാണ് കേട്ടോ. This applies to both companies as well as financial institution, but the twin balance sheet issue refers to the problematic balance sheet of Indian companies and bank, meaning both the lenders and borrowers are under stress. Lenders എന്ന് പറയുന്നത് ബാങ്ക്സ്, ലോൺ എടുക്കുന്ന ബോറോവേഴ്സ് എന്ന് പറയുന്നത് കമ്പനി. പല കമ്പനികളും മനഃപൂർവ്വം തിരിച്ചടയ്ക്കാത്തതല്ല, വളരെ റയർ പെർസെൻറ്റേജ് മാത്രമാണ് ഏത് കാറ്റഗറി ഉള്ളൂ, വിൽഫുൾ ഡിഫോൾട്ടേഴ്സ് ഉള്ളൂ. ബാക്കി ഭൂരിഭാഗം ആളുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് വരുമാനം ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് തിരിച്ച് ലോൺ അടയ്ക്കാൻ പറ്റാത്തത്. ഏറ്റവും ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളതാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഇഷ്യൂനെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലെ. ഇൻഫ്രാസ്ട്രക്ചർ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിറ്റത്തെ മാസം തൊട്ട് അതിന് ഇൻട്രസ്റ്റ് അടച്ചു തുടങ്ങണം. പക്ഷേ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ലോട്ട്സ് ഓഫ് ടൈം. ഇന്ത്യയിലാണെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലുള്ള പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാ? ലാൻഡ് അക്യൂസിഷൻ. നമുക്ക് അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സ്ഥലം ഏറ്റെടുക്കണം. ലാൻഡ് അക്യൂസിഷൻ എന്ന് പറയുന്നത് എന്താ? ആളുകളിൽ നിന്ന് സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ അവരെ കൺസെന്റ് വേണം, അവർക്ക് പ്രോപ്പർ കോമ്പൻസേഷൻ കൊടുക്കണം, എന്നിട്ടാണ് ലാൻഡ് അക്യൂസിഷൻ നടക്കുള്ളൂ. രണ്ടാമത്തെ കാര്യം ക്ലിയറൻസസ് ഫ്രം ഡിഫറെന്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ മിനിസ്ട്രി. ഏത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് ആണെങ്കിലും പല മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഇവരെല്ലാം എന്ത് വേണം? അപ്രൂവൽസ് വേണം. ഒബ്വിയസ്ലി ഇറ്റ് ഇൻവോൾവ്സ് ലോട്ട്സ് ഓഫ് വർക്ക് ആസ് വെൽ ആസ് കറപ്ഷൻ അല്ലെ. പല ഇൻഫ്രാസ്ട്രക്ചറും ഓൺ ഗോയിങ് ആവണം അല്ലെങ്കിൽ കിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത്തരം അപ്രൂവൽസിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഈ അപ്രൂവൽ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ അടുത്തൊരു കാര്യം വന്നു, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. എന്താണ്? ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പരിസ്ഥിതിക്ക് അല്ലെങ്കിൽ എൻവയോൺമെന്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്തിട്ട് എക്കണോമിക് ബെനിഫിറ്റിനേക്കാളും ഹയർ ആണ് എൻവയോൺമെന്റൽ ഡാമേജ് എങ്കിൽ ആ പ്രൊജക്ട് എന്താവില്ല, സ്റ്റാർട്ട് ചെയ്യില്ല. മോസ്റ്റ്ലി ദി എക്കണോമിക് ബെനിഫിറ്റ് ഷുഡ് ഔട്ട്വെയ് ദി എൻവയോൺമെന്റൽ ഹാം. എൻവയോൺമെന്റിന് ഉണ്ടാവുന്ന പ്രശ്നത്തിനേക്ക് കൂടുതൽ നമുക്ക് എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പ്രൊജക്ട് റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുവരെ എത്തി. ഇത് കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് എന്താ? വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ആണെങ്കിൽ ആ കമ്പനിക്ക് സ്വന്തമായിട്ട് ഇറക്കാൻ കാശ് ഉണ്ടാവില്ല. അവിടുത്തെ ബാങ്ക് വന്നു. ലോങ് ഡ്യൂറേഷനിലേക്കാണ് ഈ ലോണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് എന്ത് വേണം? ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ വേണമെങ്കിൽ ഒരു സർട്ടൺ പെർസെൻറ്റേജ് ആണ് അവർ കയ്യിൽ നിന്ന് എടുക്കുള്ളൂ. ഒരു കമ്പനിയും 100% അവർ സ്വന്തം പൈസ ഇൻവെസ്റ്റ് ചെയ്യില്ല. എന്തായിരിക്കും കാരണം? ആ ഇൻഫ്രാസ്ട്രക്ചർ സക്സസ് ആവുമെന്ന് ഉറപ്പില്ല. കംപ്ലീറ്റ് പൈസ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ ഇറക്കി, പിന്നീട് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഒരു അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷൻ വന്നു, കോവിഡ് വന്നു. നമ്മൾ ആ പ്രൊജക്ട് കുറച്ച് നാള് ഹോൾട്ട് ചെയ്യേണ്ടി വരും. ഹോൾട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒബ്വിയസ്ലി എന്താ ഉണ്ടാവുക? കോവിഡ് ടൈമിൽ വീട് പണി തുടങ്ങി പല ആളുകൾക്കും അറിയാം. കോവിഡ് കഴിഞ്ഞപ്പോൾ മോസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽസ് ആർ റൺ ഓൺ ഹയർ എക്സ്പെൻസ് അല്ലെ.
അതിന്റെ പൈസ കൂടും. അപ്പൊ അവരെല്ലാ കാശ് അതിൽ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇറക്കാൻ കയ്യിൽ കാശുണ്ടാവോ? യൂഷ്വലി ദേ വിൽ ഗോ ഫോർ ബാങ്ക് ലോൺ. ഇപ്പൊ ബാങ്കിലേക്ക് ചെന്ന അടുത്ത പ്രശ്നം കംപ്ലീറ്റ് പ്രശ്നങ്ങളാണ് കേട്ടാ. ബാങ്കിൽ ചെന്ന അടുത്ത പ്രശ്നം എന്താ? ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം, അസറ്റ് ലയബിലിറ്റി മിസ്മാച്ച്. വളരെ ലോങ് ഡ്യൂറേഷനിലേക്ക് കൂടുതൽ ഫണ്ട് ഇൻഫ്രാസ്ട്രക്ചറിന് കൊടുക്കാൻ ബാങ്കിന് കപ്പാസിറ്റി ഇല്ല. ഈ എല്ലാ പ്രശ്നങ്ങളും റിക്കവർ ചെയ്തിട്ട് വേണം ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ നാട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ. ഇതിനൊക്കെ ഇപ്പൊ സൊല്യൂഷൻ ഉണ്ട് കേട്ടാ. പല ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറയുന്ന ആശയം ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ ഫർദർ സ്ലൈഡിൽ കാണും. ഇൻഫ്രാസ്ട്രക്ചറിന്റെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു ഐഡിയ കിട്ടിയില്ല നിങ്ങൾക്ക്? ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. സോ ഇറ്റ് വിൽ മേജർലി കോസ് ദി അസറ്റ് ലയബിലിറ്റി മിസ്മാച്ച് ഇൻ ബാങ്കിങ് ബാലൻസ് ഷീറ്റ്. ഓക്കെ ആണല്ലോ? ഇനി ഈ ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലത്തിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള 1-2 റീസൺസ് ആണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയുടെ എക്കണോമി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 2000-ലൊക്കെ ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചറിന് ഒരു ഹയർ ഗ്രോത്ത് കണ്ടിരുന്ന ഒരു സമയമാണ്. 2000s എന്ന് പറയുമ്പോൾ ബിഫോർ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ്, 2008 മുന്നുള്ള ടൈം, LPG റിഫോംസിന് ശേഷമുള്ള ടൈം. LPG റിഫോംസ് ഒക്കെ ഇന്ത്യയിൽ വന്നതോടുകൂടി ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരാൻ തുടങ്ങി, പുതിയ ടെക്നോളജീസ് നമ്മുടെ നാട്ടിൽ വരാൻ തുടങ്ങി, ഒരുപാട് പ്രൈവറ്റ് സെക്ടേഴ്സ് ബൂം ചെയ്യാൻ തുടങ്ങി. ഓക്കെ ആണോ ഈ പറഞ്ഞ പോയിന്റ്? LPG നടന്നപ്പോ എന്താണ്ടായേ? ഒരുപാട് ഫോറിൻ ക്യാപിറ്റൽ ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി, പുതിയ ടെക്നോളജി വരാൻ തുടങ്ങി, കൂടുതൽ പ്രൈവറ്റ് സെക്ടേഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഓക്കെ ആണല്ലോ? അപ്പൊ മൊത്തത്തിൽ നമ്മൾ ഡിഫറെന്റ് സെക്ടേഴ്സ് നോക്കുമ്പോൾ മാനുഫാക്ചറിങ്, അഗ്രികൾച്ചർ, സർവീസ് സെക്ടർ, അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടർ എടുത്തപ്പോ ഇൻഫ്രാസ്ട്രക്ചർ നല്ലൊരു ബൂം എന്ന വാക്കിനർത്ഥം എന്താ? ഹയർ ഗ്രോത്ത് കാണിക്കുന്നതായിട്ട് കണ്ടു. ഇപ്പൊ യൂഷ്വലി ബാങ്കിന്റെ ടെൻഡൻസി എന്തായിരിക്കും മക്കളെ? ഏത് സെക്ടറാണോ നല്ല ഗ്രോത്ത് കാണിക്കുന്ന അവർക്ക് കൂടുതൽ ലോൺ കൊടുക്കാൻ തുടങ്ങും. മോസ്റ്റ്ലി ആ കൊടുക്കുന്ന ലോൺ അവർ അട്രാക്ട് ചെയ്യാൻ എങ്ങനെ കൊടുക്കും? ലോവർ ഇൻട്രസ്റ്റിൽ പേ ചെയ്യാൻ തുടങ്ങും. അപ്പോ ഈസിലി ഇനി നമ്മളൊരു വാക്ക് ഉപയോഗിക്കും, ചീപ്പ് ക്രെഡിറ്റ്. എന്തെന്ന പേര് ഉപയോഗിക്കുക? ചീപ്പ് ക്രെഡിറ്റ്. വളരെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവില് ബാങ്ക് ലോൺസ് കിട്ടാൻ തുടങ്ങിയപ്പോ പല ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ അത് എടുത്ത് കണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. കുറെ ഹൗസിംഗ് പ്രൊജക്ടുകൾ, കുറെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ അവർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് 2008 എന്ത് സംഭവിച്ചത്? ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ്. എന്ന് വെച്ചാൽ ഇവർ ഈ ലോൺ എടുത്ത ഇൻഫ്ര ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്നൊരു റിട്ടേൺ ആവുന്നതിന് മുന്നേ എന്തുണ്ടായി? ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ലൈക്ക് അവർ കോവിഡ് സിറ്റുവേഷൻ എൻറ്റയർ ഡിമാൻഡ്, ഗ്ലോബൽ ഗ്രോത്ത് എല്ലാം എഫക്ട് ചെയ്തു. ഈ എടുത്ത പല കമ്പനികൾക്കും, ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾക്കും പ്രോപ്പറായിട്ട് അവർ എന്ത് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല? ലോണും ഇൻട്രസ്റ്റും തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ ലോസ് മേക്കിംഗ് കമ്പനീസ് ആയിട്ട് മാറി. ഒബ്വിയസ്ലി അപ്പൊ എന്ത് സംഭവിക്കും? പൈസ തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല, വിച്ച് വിൽ കോസസ് ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം അല്ലെ? ഈ സമയത്ത് പല സ്വാധീനമുള്ള ഒരു കമ്പനികൾ ഒരു കാര്യം ചെയ്തിരുന്നു, വിച്ച് ഈസ് കോൾഡ് ഓവർ ലിവറേജിങ്. എന്താണ് അതിന്റെ മീനിങ് എന്ന് പറയാം? ഇങ്ങോട്ട് ശ്രദ്ധിച്ചു നോക്കിയേ. എ എന്ന് പറയുന്ന കമ്പനി SBIയിൽ നിന്ന്, എപ്പോഴും സ്വാധീനിക്കുക എളുപ്പം ഗവൺമെന്റ് ബാങ്ക് അല്ല, അതുകൊണ്ടാണ് SBI എക്സാമ്പിൾ ആയിട്ട് എടുത്തത് കേട്ടാ. എ എന്ന് പറയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി SBIയിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. നോക്കിയേ, 1000 crore. ഇതുവരെ പ്രശ്നമില്ലല്ലോ. എത്ര എടുത്തു? ഒരു 1000 crore ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇനീഷ്യൽ ടൈമിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അവരൊരു 200 crore ഒക്കെ തിരിച്ചടച്ചു. ബാലൻസ് എത്രയാ? ഓക്കെ അല്ലെ? ആ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ പല സിറ്റുവേഷൻസ് നടന്ന് ഇവർക്ക് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് നിവർത്തിയില്ല. 800 കോടി എന്ന് പറയുന്നത് അവരൊരു 10 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കണ്ടേന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻസ്റ്റാൾമെന്റ് എത്രയാ? ഒക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ, നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ. ഇതുവരെ പ്രശ്നമില്ലല്ലോ. SBI എന്ത് ചെയ്യാൻ തുടങ്ങി? എ എന്ന് പറയുന്ന ഒരാൾ ഇൻഫ്ലുവൻഷ്യൽ ആണ്. അവരെന്ത് തുടങ്ങി? ഈ 1000 കോടി ലോണിന് പുറമെ അവരെന്ത് കൊടുക്കും? എന്ന് പറയുന്ന ആൾക്ക് പുതിയൊരു ലോൺ കൊടുക്കും, L1. എത്ര? 80 കോടി. L1 എന്ന് പറയുന്ന 80 കോടി എക്ക് കൊടുക്കും. പേ എന്ത് ചെയ്യും? അത് SBIക്ക് അടയ്ക്കുമ്പോൾ ഈ പറയുന്ന ലോണ് മെയിൻറ്റെയിൻഡ് ആയിട്ട് പോവില്ലേ? വീണ്ടും അടുത്ത ടൈം അടയ്ക്കാൻ വേണ്ടി ഇടയിൽ കാശില്ല, SBI അടുത്തൊരു ലോൺ കൊടുക്കും, L2. മനസ്സിലാവുന്നുണ്ടാ ചെയ്യുന്ന പരിപാടി? അൾട്ടിമേറ്റ്ലി എന്താണ്? ബാങ്കിന്റെ പ്രോഫിറ്റ് ബുക്ക് അല്ലെങ്കിൽ അക്കൗണ്ട് ബുക്ക് നോക്കുമ്പോ എന്താ? എ എന്ന് പറയുന്ന ആള് വളരെ ഡീസന്റ് ആണ്. അയാൾ ഈ 1000 കോടിയുടെ കൃത്യമായ ടൈമില്
റീപേയ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബാങ്കിന്റെ ബാലൻസ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തേലും പ്രശ്നമുണ്ടോ? അറ്റ് പ്രസന്റ് എന്തേലും പ്രശ്നമുണ്ടോ? ഇല്ല. പക്ഷെ ഭാവിയിൽ എന്തിനുള്ള സാധ്യതയുണ്ട്? ഈ 1000 കോടിയുടെ പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റ്, L1ന്റെ പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റ്, L2യുടെ പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റ്, ഇതെല്ലാം ഭാവിയിൽ എന്ന് പറയുന്ന കമ്പനി തിരിച്ചടക്കേണ്ടേ? ഈ സിറ്റുവേഷനെയാണ് നമ്മൾ ഓവർ ലിവറേജിങ് എന്ന് പറയും. കൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഡെഫിനേഷൻ ഒന്നും ആവശ്യമില്ല. ഓവർ ലിവറേജിങ് എന്ന് പറയുന്നത് എന്താ? ഒരു കമ്പനി നഷ്ടത്തിലാണെങ്കിൽ പോലും അതിനെ പ്രോഫിറ്റ് ബുക്കിൽ അല്ലെങ്കിൽ അക്കൗണ്ട് ബുക്കിൽ ലാഭത്തിലാണെന്ന് കാണിച്ച് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് ഓവർ ലിവറേജിങ് എന്ന് പറയുക. അപ്പൊ ഓവർ ലിവറേജിങ്ങിൽ നമുക്ക് എന്താ അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ? പ്രസന്റ് ഫൈനാൻഷ്യൽ ഇയറിലെ ബാങ്കിന്റെ അക്കൗണ്ട് ബുക്ക് ക്ലീൻ ആണെന്ന് കാണിക്കാൻ പറ്റും. ഭാവിയിൽ ഈ എല്ലാ ഡെറ്റ് അക്യുമുലേറ്റ് ചെയ്ത് 1000 കോടി പോണ്ടോടെ അതിനേക്കാൾ ഹയർ എമൗണ്ട് എന്തായിട്ട് മാറും? NPA ആയിട്ട് മാറും. ബുദ്ധിമുട്ട് മനസ്സിലായ? പല കമ്പനികളോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ കമ്പനി, നീരവ് മോദിയുടെ കേസിൽ ഇങ്ങനെ ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. 3000 കോടി എടുത്തു, തിരിച്ചടച്ചില്ല. അപ്പൊ 3000 കോടിക്ക് അടുത്ത അടവ് വരുമ്പോ ആ അടവിനുള്ള ഒരു ലോൺ വേറെ കൊടുത്തു പഞ്ചാബ് നാഷണൽ ബാങ്ക്. മനസ്സിലായോ? അവിടുത്തെ എംപ്ലോയീസ് ചെയ്തിട്ടുള്ള. അപ്പൊ അടുത്ത അടവ് വരുമ്പോ എന്തുണ്ടാവും? വീണ്ടും അടുത്ത ഒരു ചെറിയ ലോൺ കൊടുത്ത് ആ ലോൺ ഉപയോഗിച്ചിട്ട് അടയ്ക്കും. അൾട്ടിമേറ്റ്ലി ഇതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് ഇത്രയും ഹ്യൂജ് എമൗണ്ട് ലോസ് സംഭവിച്ചിട്ടുള്ളത്. പ്രോസസ്സ് മനസ്സിലാക്കാട്ടോ നടക്കുന്നു. വിച്ച് ഈസ് കോൾഡ് ഓവർ ലിവറേജിങ്. ഈ ബാഡ് ലോൺ സാൻഡിൽഡ് പബ്ലിക് സെക്ടർ ബാങ്ക് ആണ് നമ്മൾ ഈ പറഞ്ഞ സിറ്റുവേഷൻ ട്ടാ. ഇൻഫ്രാസ്ട്രക്ചർ ബൂം ചെയ്തപ്പോ കുറെ ലോൺ കൊടുത്തു, പിന്നീട് അത് അടയ്ക്കാൻ പറ്റാത്ത. ഇതൊക്കെയാണ് പ്രധാനമായും ഇപ്പൊ ഇത് നടന്നത് എപ്പോഴാ? 2000 കൊടുത്ത ലോണിന്റെ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. മനസ്സിലായോ? കാരണം ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഏത് തരം ലോണാണ്? ലോങ് ടൈം ലോണാണ്. ഇന്ന് കാണുന്ന ഹയർ NPA അല്ലെങ്കിൽ ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലത്തിന്റെ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാ? ഈവൺ ഇൻ 2000s സ്റ്റാർട്ട് ചെയ്തതിന്റെ റിസൾട്ട് ആണ് ഇപ്പോഴും നമ്മുടെ ബാങ്കിങ് സെക്ടറിനെ എഫക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ?